ഹലോ എവരിവൺ, ഡയബറ്റീസ് ഉള്ളവരിൽ കാലിൻ്റെ ഞരമ്പിൻ്റെ ഉണർവ് കുറയുകയും ഇതുപോലെ കാലസ് വന്നതിന് ശേഷം അൾസർ ആവുകയും ചെയ്യും. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഓഫ് ലോഡ് ചെയ്യുന്നതായിട്ടുണ്ട്. എവിടെയാണോ അൾസർ ഉള്ളത്, എവിടെയാണോ പ്രഷർ വരുന്നത്, അത് ഇതുപോലെ ഓഫ് ലോഡ് ചെയ്യണം. ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ വട്ടം കാണാമല്ലോ, അവിടെയാണ് അൾസർ ഉള്ളത്. അപ്പോൾ നമ്മൾ വൂണ്ട് ഹീലായതിനു ശേഷം ഇതുപോലുള്ള ഓഫ് ലോഡിങ് ടെക്നിക്കിലൂടെ അവിടെ പ്രഷർ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ കേസിൽ ആ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒരു ദ്വാരം ഇട്ടിട്ട് പൂർണ്ണമായിട്ടും ആ പ്രഷർ അവിടെ നിന്ന് എടുത്ത് മാറ്റും. എന്നിട്ട് എയർ ബൂട്ട് അല്ലെങ്കിൽ സർജിക്കൽ ഷൂ പോലുള്ള കാര്യങ്ങൾ ഇടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിലേ ഇത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കാല് മുറിച്ച് കളയുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഇത് പതുക്കെ കാലിൻ്റെ ഉണർവ്, ഞരമ്പിൻ്റെ ഉണർവ് കുറയുന്നു. അത് പതുക്കെ ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെ ആകുന്നു. അത് സോഫ്റ്റ് ടിഷ്യൂവിന് ഇൻഫെക്ഷൻ ആകുന്നു. അത് എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാല് മുറിച്ച് കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടക്കത്തിലെ ഷുഗറുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. ചെറിയ മുറിവ് വന്നാലും അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്യുകയും ഇതുപോലുള്ള ഓഫ് ലോഡിങ് ടെക്നിക്കുകൾ ഉപയോഗിക്കുകയും എത്രയും വേഗം ആ മുറിവ് ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കാലിൻ്റെ ഉണർവ് പരിശോധിക്കുകയും, അതായത് ബയോഫിസിയോമെട്രി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും കാലിൻ്റെ ഉണർവ് പരിശോധിച്ച് നല്ല രീതിയിലാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ അനാവശ്യമായ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട്.